ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന ആത്മാർത്ഥ പ്രണയത്തിന്റെ അടയാളമായി അറിയപ്പെടുന്ന ഒന്നാണ് ലോകത്തിലെ 7 വിസ്മയങ്ങളിൽ ഒന്നായ നമ്മുടെ ഇന്ത്യയിലെ താജ്മഹൽ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം സഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒന്നുകൂടിയാണ് ഇവിടം. തന്റെ 14ാമത്തെ കുട്ടിയുടെ പ്രസവത്തിനിടയിൽ മരണപ്പെട്ട ഷാജഹാന്റെ ഭാര്യ മുംതാസ് മഹളിന്റെ ഓർമ്മയ്ക്കായാണ് ഇത് പണി കഴിപ്പിച്ചത്. മനുഷ്യന്റെ അത്ഭുത നിർമ്മിതിയായ താജ്മഹലിനെ പറ്റിയുള്ള കുറച്ച് ഫാക്ട്സ് നോക്കാം. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോ താജ്മഹലിനെ പറ്റിയുള്ള ടോപ്പ് 10 ഫാക്ട്സ് എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെ ഫാക്ട് എന്തെന്നാൽ 17ാം നൂറ്റാണ്ടിലെ മാനുസ്ക്രിപ്റ്റ് പ്രകാരം ഉസ്താദ് അഹമ്മദ് ലഹോറിയാണ് താജ്മഹലിന്റെ ചീഫ് ആർക്കിടെക്ട്. ഇദ്ദേഹത്തിന്റെ കീഴിൽ 37 ഡിസൈനർമാരും ആർക്കിടെക്റ്റുകളും അടങ്ങുന്ന ഒരു ടീമാണ് താജ്മഹലിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യൻ, പേർഷ്യൻ, ഇസ്ലാമിക് തുടങ്ങിയ വിവിധ ആർക്കിടെക്ചറൽ സ്റ്റൈലുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിലാണ് താജ്മഹലിന്റെ കൺസ്ട്രക്ഷൻ. ഇതുപോലെ മനോഹരമായ നിർമ്മിതി ഇനി ലോകത്ത് ഉണ്ടാവാതിരിക്കാൻ ഇതിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടവരുടെ കൈകൾ മുറിച്ചു മാറ്റിയെന്ന് പല കഥകളിലും പറയുന്നുണ്ടെങ്കിലും അതിന് ചരിത്രത്തിൽ മതിയായ രേഖകൾ ഒന്നും തന്നെയില്ല. രണ്ടാമതായി ഉള്ളത് ഇതിനായി എടുത്ത സമയമാണ്. 20,000 വർക്കേഴ്സ് 1631 മുതൽ 1648 വരെ 20 നീണ്ട വർഷങ്ങളെടുത്താണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കിയിട്ടുള്ളത്. മൂന്നാമത്തെ ഫാക്ട് നോക്കാം. നിങ്ങൾക്കറിയാമോ ആഗ്ര അല്ലായിരുന്നു താജ്മഹൽ പണിയാനായി ഉദ്ദേശിച്ചിരുന്ന സ്ഥലമെന്ന്? എന്നാ കേട്ടോളൂ. ആദ്യം മുംതാസ് മരണപ്പെട്ട മധ്യപ്രദേശിലെ ബുർഹാൻപൂർ എന്ന സ്ഥലത്താണ് താജ്മഹൽ പണിയാൻ ലക്ഷ്യമിട്ടത്. എന്നാൽ മതിയായ വൈറ്റ് മാർബിൾസിന്റെ ലഭ്യതക്കുറവ് മൂലം ഇത് ആഗ്രയിലേക്ക് മാറ്റുകയായിരുന്നു. നാലാമത്തെ ഫാക്ട് നോക്കാം. താജ്മഹലിന്റെ നിറം ലൈറ്റിങ്ങിനനുസരിച്ച് മാറുമെന്നത് നിങ്ങൾക്കറിയാമോ? അതെ, രാവിലെ പിങ്കിഷായും വൈകുന്നേരങ്ങളിൽ മിൽക്കി വൈറ്റായും രാത്രിയിൽ ഗോൾഡൻ കളറിലുമാണ് താജ്മഹൽ ഉണ്ടാവുക. ഒരുപക്ഷെ നിങ്ങൾ താജ്മഹലിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനി ശ്രദ്ധിച്ചിട്ടില്ലേ അടുത്ത തവണ ഉറപ്പായും ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ ഫാക്ട് നോക്കാം. കുത്തബ് മിനാർ ആണോ താജ്മഹൽ ആണോ നീളം കൂടുതലെന്ന് ചോദിച്ചാൽ നമ്മളിൽ മിക്കവരുടെയും ഉത്തരം കുത്തബ് മിനാർ എന്ന് തന്നെ ആയിരിക്കുമല്ലേ? എങ്കിലോ തെറ്റാണ്. കുത്തബ് മിനാറിന്റെ നീളം 72.5 മീറ്ററും താജ്മഹലിന്റെ നീളം 73 മീറ്ററുമാണ്. 0.5 മീറ്റർ വ്യത്യാസത്തിൽ താജ്മഹൽ ആ നേട്ടവും കൈവരിച്ചിട്ടുണ്ട്. ആറാമത്തെ ഫാക്ട് നോക്കാം. താജ്മഹലിന്റെ മറ്റു വശത്തായി തനിക്ക് സ്വന്തമായി ഒരേപോലെയുള്ള മറ്റൊരു ബ്ലാക്ക് മാർബിൾ താജ്മഹൽ പണിയാനുള്ള ഒരുക്കങ്ങൾ ഷാജഹാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ തന്റെ മകൻ ഔറംഗസീബ് തന്നെ ജയിലിൽ അടച്ചതുകൊണ്ട് അതിന്റെ പണി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ബ്ലാക്ക് മാർബിൾ താജ്മഹലിനായി ഇട്ട തറക്കല്ല് പുഴയുടെ മറുകരയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഏഴാമത്തെ ഫാക്ട് നോക്കാം. 1653 ഇന്ത്യൻ രൂപ ഏകദേശം 32 മില്യൺ ഉപയോഗിച്ചാണ് താജ്മഹൽ പണിഞ്ഞത്. ഇന്നത്തെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 70 ബില്യൺ ഇന്ത്യൻ രൂപയാണ് ഈ ബിൽഡിങ്ങിന്റെ വില. എട്ടാമത്തെ ഫാക്ട് നോക്കാം. പേൾസ്, ഡയമണ്ട്സ്, എമറാൾഡ്സ്, സഫയർ എന്നിങ്ങനെ നിരവധി പ്രഷ്യസ് രത്നങ്ങൾ ഉപയോഗിച്ചാണ് താജ്മഹൽ അലങ്കരിച്ചിട്ടുള്ളത്. ഒൻപതാമതായി പറയാനുള്ളത് ഇതിനായി ഉപയോഗിച്ച ആനകളെ പറ്റിയാണ്. ഏകദേശം 1000 ആനകളെയാണ് ഇതിന്റെ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സാധനങ്ങളും മറ്റും കൈമാറാനായി ഉപയോഗിച്ചത്. പത്താമത്തെ ഫാക്ട് നോക്കാം. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിന്റെ നിർമ്മാണത്തിനായി ശ്രീലങ്ക, ടിബറ്റ്, ചൈന എന്നിങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് താജ്മഹലിനെ പറ്റിയുള്ള ടോപ്പ് 10 ഫാക്ട്സ്. നിങ്ങൾക്കറിയാവുന്ന താജ്മഹലിനെ പറ്റിയുള്ള ഏതെങ്കിലും ഫാക്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.